എത്ര സമയം ഇവിടെ ഞാൻ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇഡിയറ്റ് വരുന്നുമില്ല ഇവിടെ. ഇങ്ങനെയുള്ള ഇഡിയറ്റ്സിനെ എന്റെ പി എ ആക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് ആലോചിക്കണമായിരുന്നു. അതാ എനിക്ക് പറ്റിയ തെറ്റ്. മോനെ കണ്ണ, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇത് നമ്മുടെ വീടോ ഓഫീസൊന്നല്ല, ഇതൊരു പബ്ലിക് പ്ലേസാ. അത് നീ ആലോചിക്കണം. നീ ഇപ്പൊ ഇങ്ങനെ റേസാൻ വേണ്ടി മാത്രം ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? അവളൊരു പെൺകുട്ടിയല്ലേ, അവൾക്ക് നിന്നെ പോലെ എല്ലാം വേഗം ചെയ്തിട്ട് വരാൻ പറ്റുമോ? അവൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടാവും? പിന്നെ നീ ഒരു കൊട്ട നിറയെ ഫയൽ അവൾക്ക് കൊടുത്തയച്ചില്ലേ? അതൊക്കെ ചെയ്തിട്ട് വേണ്ടേ അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ? ചിലപ്പോ ട്രാഫിക് ബ്ലോക്കിൽ അവൾ പെട്ടുകാണും. എന്താടോ, എന്തറിയണോ? എല്ലാവരും എന്താ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നത്? എന്താ കാര്യം പറ. ഒന്നുമില്ല ദേവേട്ട, അത് മിത്ര ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അതിന്റെ ചൂടെ ഈ കണ്ണൻ കാണിക്കുന്നത്. ഇവനെന്താ ഇങ്ങനെ? എന്തെങ്കിലും പറഞ്ഞ അപ്പ ചാടിക്കടിക്കാൻ വരും. മോളെ വരെ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുകയാണെന്ന് പറഞ്ഞാൽ അവന് കേൾക്കുന്നില്ല. അമ്മ വെറുതെ അവൾക്ക് വാക്കാലത്ത് പറയാൻ വേണ്ടി എൻ്റെ അടുത്ത് വരണ്ട. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. അവളിങ്ങ് വരട്ടെ. ഞാൻ ഇങ്ങനെയാ, എന്നെ കൊണ്ട് ഇങ്ങനെ പറ്റും. സഹിക്കുവാണെങ്കിൽ അങ്ങ് സഹിച്ചാൽ മതി. അമ്മയോട് ചാടിക്ക് വെച്ചിട്ട് എന്താ കാര്യം ഇവിടെ കണ്ണ? നിന്റെ കയ്യിൽ ഫോണില്ലേ? അവിടെ ഒന്ന് വിളിച്ചു നോക്ക്. ഓ, ഞാൻ ഒരുപാട് തവണ വിളിച്ചു കേട്ടാടി. അവളൊന്നും ഫോൺ റെസ്പോണ്ട് പോലും ചെയ്യുന്നില്ല. ഒന്നും കൂടി ഒന്ന് നീ വിളിച്ചു നോക്ക് കണ്ണ. ഓക്കെ ഡാഡ്, ഞാനെന്നാ ഒന്ന് വിളിച്ചു നോക്കട്ടെ. കണ്ണ, ഇനി അവളെ വിളിക്കണ്ട. അതാ വന്നിട്ട് നിന്റെ പി എ. ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഡ്രസ്. ഇവൾക്ക് ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നു. നീ എവിടെ പോയി കിടക്കും എന്റെ പുല്ലേ? അത് ഞാൻ സാർ. ഇങ്ങോട്ട് വാടി. സാർ, എന്റെ കൈവിട്, വേദനിക്കുന്നു. എന്താടി നിന്റെ ഉദ്ദേശം? നീ ആരോട് കുട്ടേഷൻ എടുത്തിട്ടാ എന്നെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്? സാർ എന്തൊക്കെയാ പറയുന്നത്? വെറുതെ വായി തോന്നുന്നു പറയരുത്. അത് ഞാൻ നിർത്തടി. നിന്റെ പുരാണം കേൾക്കാനല്ല ഞാനിവിടെ നിൽക്കുന്നത്. നിന്റെ ഒരു എക്സ്പ്രസ് എൻ്റെ അടുത്ത് നടക്കില്ല. സാർ എന്താ വിചാരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നതൊന്നും സാറിന് എന്താ കേട്ടാ കുഴപ്പം? എനിക്ക് വണ്ടി കിട്ടിയില്ല. കിട്ടിയതാകെ ഉള്ളതൊരു കാറാണ്. ഈ കാറ് വരുന്ന വഴിക്ക് ട്രാഫിക് ബ്ലോക്കുമായിരുന്നു. അത് ഞാൻ വരാൻ വൈകിയത്. നേരത്തെ ഇറങ്ങണമായിരുന്നു. എന്തുകൊണ്ട് നീ ഇറങ്ങിയില്ല? അങ്ങനെ ഇറങ്ങിയായിരുന്നെങ്കിൽ നിനക്കെങ്ങനെ മറ്റവന്മാരുടെ അടുത്ത് കൊഞ്ചിക്കൊഴയാൻ സമയം? എന്നിട്ടവിടെ മറ്റേടത്തെ ഒരു എക്സ്ക്യൂസും. പ്ലീസ് മൈൻഡ് യുവർ ലാംഗ്വേജ്. താൻ എന്റെ ബോസ് ആണെന്ന് കരുതി എന്ന് തോന്നിയ ദിവസം വിളിച്ച് പറയാമെന്ന് കരുതണ്ട. ഞാൻ പറഞ്ഞു ട്രാഫിക് ബ്ലോക്ക് ആയതുകൊണ്ടാണ് വരാൻ വൈകിയതെന്ന്. അതിൽ താൻ ഇങ്ങനെ കൂട്ടി പറയേണ്ട ആവശ്യമില്ല. പിന്നെ താൻ എന്ത് തോന്നിയ ദിവസം പറഞ്ഞാൽ കേട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. താൻ അങ്ങനെ തന്നെ കരുതിക്കോ. ഞാൻ കണ്ടാമടുത്ത് വേണ്ടിയാൽ തനിക്കെന്താ കുഴപ്പം? ഞാൻ മിണ്ടു. മാറോടുന്നു. അവിടെ നിൽക്കടി. നീ എങ്ങോട്ടേ തുള്ളി പോകുന്നേ? വീട് എന്താ തനിക്ക് വേണ്ടത്? എന്തിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നേ? എന്താ വേണ്ടതെന്നോ? എനിക്ക് നിന്റെ ഈ ചുവന്ന തൂത്ത സ്ട്രോബെറി ചുണ്ടുകൾ വേണം. തരാൻ പറ്റുമോ? താനിത് തോന്നിയ സപ്പാരം എന്നറിയാമോ? ഇതൊരു പബ്ലിക് പ്ലേസാ. തന്റെ വിളവൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല. മാറോടുന്നു. അടങ്ങി നിൽക്കടിയോടെ. ഞാൻ ചോദിച്ചു, നിനക്ക് തരാൻ പറ്റില്ല. എന്നാ പിന്നെ ഞാൻ നിങ്ങളുടെ തല ഇങ്ങോട്ട് പാടി. അങ്ങനെ പറഞ്ഞ എങ്ങനെ ശരിയാവാ? എനിക്ക് വേണം. ഹലോ ഡാഡ്,
എന്താ? ആ ഹലോ കണ്ണ, നീ എവിടെയാണുള്ളത്? ഇവിടെ നിന്നെ എല്ലാരും അന്വേഷിക്കുന്നുണ്ട്. ആ ഓക്കെ ഡാഡ്, ഞാൻ എന്താ വരുന്നു. ഇപ്പൊ പൊക്കൂടി, നിന്നെ എന്റെ കയ്യിൽ കിട്ടും. നീ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. വാം വെൽക്കം ടു ഓൾ. നമ്മുടെ പുതിയ പ്രോജക്റ്റിന്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു ചെറിയ പാർട്ട്നേഴ്സിന്റെ പാർട്ടിയാണിത്. ഇതിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തതും കൂടുതൽ പ്രോപ്പർ ആയിരിക്കുന്ന കമ്പനിയാണ് ദേവനാരായണന്റെ കമ്പനി, KN ഗ്രൂപ്പ്സ് ഓഫ് കമ്പനി. പുതിയ CEO ആയ കാശിനാഥാണ് ഇതിലെ മൊത്തത്തിലുള്ള വർക്ക് ചെയ്തത്. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ കമ്പനിയിൽ ഉന്നത വിജയം കൊണ്ടുവന്നതും അച്ഛന്റെ മികവ് തെളിയിച്ച ഒരു മകനാണ് കാശിനാഥ്. വേൾഡിൽ തന്നെ യംഗസ്റ്റ് ബിസിനസ്മാൻ ആയ കാശിനാഥ് ആണ് ഇതിന്റെ ഡിസൈനും പ്ലാനിങ്ങും എല്ലാം ചെയ്തത്. കാശിനാഥിനെ നമ്മൾ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു.